ഇന്ന് നമ്മൾ ഫിസിക്സ് ആണ് നോക്കാൻ പോണത്. ഫിസിക്സിൽ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ 16ാമത്തെ ചാപ്റ്ററാണ് വരുന്നത്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റേഴ്സ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റേഴ്സ്. അപ്പോൾ നമുക്കിതിൽ ആദ്യം എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് നോക്കാം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഏതൊരു പോയിന്റിലുള്ള അറ്റ് എനി പോയിന്റ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഇലക്ട്രിക് ഫോഴ്സ്. അതായത് ഒരു ഇലക്ട്രിക് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നടക്കുന്ന വർക്ക് അല്ലെങ്കിൽ വർക്ക് ഡൺ, അതിനെയാണ് എന്ത് പറയുക? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഇലക്ട്രിക് ഫോഴ്സ്, അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ വി പി ഈസ് ഈക്വൽ ടു W/Q0, അതായത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ചാർജ്. അതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ചാർജ്. വി പി ഈസ് ഈക്വൽ ടു എന്താണ്? W/Q0. ഇനി വി പി എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ വേറെ മാറ്റി എഴുതാം. 1/4πε0 Q/R. 1/4πε0 Q/R. ഇനി ഒരു ഇലക്ട്രിക് ഡൈപോളിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്നൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. ഇലക്ട്രിക് ഡൈപോളിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് V ഈസ് ഈക്വൽ ടു P cos θ/4πε0 R². V ഈസ് ഈക്വൽ ടു P cos θ/4πε0 R². അപ്പോൾ ഈ P എന്ന് പറയുന്നത് എന്താണ്? ഡൈപോൾ മൊമെൻ്റ് ആണ്. നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് Q × 2L, ചാർജ് ഇൻറ്റു 2 ഇൻറ്റു ലെങ്ത്, അതിൻ്റെ ലെങ്ത് ആണ് വരുന്നത്. Q × 2L. ഇനി നമുക്ക് നോക്കാനുള്ളത് കപ്പാസിറ്റൻസ് ആണ്. അപ്പോൾ കപ്പാസിറ്റൻസിന് മുന്നിൽ നമുക്ക് എന്താണ്? കപ്പാസിറ്റർ എന്താണെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ കപ്പാസിറ്ററെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ രണ്ട് ചാർജുകൾ, പ്ലസ് അല്ലെങ്കിൽ പ്ലസ് മൈനസ്, അങ്ങനെയുള്ള രണ്ട് ചാർജുകൾ, Q പ്ലസ് അതുപോലെ Q മൈനസ് അല്ലെങ്കിൽ പ്ലസ് Q മൈനസ് Q, അങ്ങനെ പറയുന്ന രണ്ട് ചാർജുകൾ എന്ത് ചെയ്യാണ്? നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. ആ ഒരു സ്ട്രക്ചറിനെയാണ് അല്ലെങ്കിൽ ആ ഒരു സംഭവമാണ് എന്ത്? കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ കപ്പാസിറ്റർ എന്ന് പറയുക. രണ്ട് ചാർജുകളെ നമ്മളൊരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കൊടുത്തുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യുക. ആ ഒരു സിസ്റ്റമാണ് എന്ത്? കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഒരു കപ്പാസിറ്ററിന് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള അതിൻ്റെ കപ്പാസിറ്റി, അതിനെയാണ് എന്ത് പറയുന്നത്? കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റമാണ്. ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ രണ്ട് ചാർജുകളെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം, അങ്ങനെ ഒരു സ്ട്രക്ചർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഈ കപ്പാസിറ്ററിന് ചാർജിനെ സ്റ്റോർ ചെയ്യാനുള്ള അതിൻ്റെ കപ്പാസിറ്റി, അതിൻ്റെ കഴിവ്, അതിനെയാണ് എന്ത് പറയുക? കപ്പാസിറ്റൻസ് എന്ന് പറയാം. അപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫാരഡ് ആണ്. ഫാരഡ് എന്ന് പറയുമ്പോൾ കൊളുംബ് ബൈ വോൾട്ട്. അപ്പോൾ കപ്പാസിറ്റൻസ് എങ്ങനെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ Q/V, ചാർജ് ബൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ C കപ്പാസിറ്റൻസ് ഈക്വൽ ടു Q/V. Q എന്ന് പറയുന്ന ചാർജ്, V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇനി രണ്ട് ടൈപ്പിലാണ് നമുക്ക് കപ്പാസിറ്റർ വരുന്നത്. അതിലൊന്ന് വരുന്നത് സ്ഫെറിക്കൽ കപ്പാസിറ്റർ അല്ലെങ്കിൽ സ്ഫെറിക്കൽ കപ്പാസിറ്റർ. രണ്ടാമത്തത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. സ്ഫെറിക്കൽ പ്ലേറ്റ് കപ്പാസിറ്ററും പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററും. അപ്പോൾ സ്ഫെറിക്കൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ ഇക്വേഷൻ വരുന്നത് C ഈസ് ഈക്വൽ ടു R/9 × 10⁹. R എന്ന് പറയുന്നത് ഇപ്പോൾ സ്ഫെറിക്കൽ ആണല്ലോ, സ്ഫെറിക്കൽ ഷേപ്പാണ്. അപ്പോൾ അതിൻ്റെ റേഡിയസ് ആണ്. R/9 × 10⁹ ആണ് അതിൻ്റെ കപ്പാസിറ്റൻസ് വരുന്നത്. ഇനി രണ്ടാമത്തത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ രണ്ട് ചാർജുകളെ ഒരു ചെറിയൊരു ഡിഫറൻസിൽ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിന് നമ്മൾ ഹോൾഡ് ചെയ്യുന്നൊരു മീഡിയം എന്ന് പറയുന്നത് എയറോ പേപ്പറോ മൈക്ക ഗ്ലാസ് അങ്ങനെയുള്ള എന്തെങ്കിലും ഇൻസുലേറ്റിംഗ് മീഡിയത്തിൽ, അതായത് കറണ്ട് കടത്തി വിടാത്ത ഒരു ഇൻസുലേറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനത്തിലാണ് നമ്മൾ ഇതുപോലെ ഒരു സ്ട്രക്ചർ സെറ്റ് ചെയ്യുന്നുണ്ടാവുക. രണ്ട് ചാർജുകളെ ചെറിയൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ പാരലലി അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ള മീഡിയം എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്റിംഗ് മീഡിയമാണ്. അതിന് നമ്മൾ യൂസ് ചെയ്യണത് എയറോ പേപ്പറോ മൈക്കയോ ഗ്ലാസ്സോ അങ്ങനെയുള്ള എന്തെങ്കിലുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് എന്ത്? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ, അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് വരുന്ന എന്താണ്? സിഗ്മ ബൈ
ആപ്സിലോൺ 0 അല്ലെങ്കിൽ Q ബൈ ആപ്സിലോൺ 0 എ എന്ന് പറയുന്നത് ഏരിയ ആണ്, Q എന്ന് പറയുന്നത് ചാർജാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇപ്പം നമ്മളിവിടെ മീഡിയംസ് പലത് പറഞ്ഞു, ഇൻസുലേറ്റിംഗ് മീഡിയ എന്ന് പറഞ്ഞു. ഇനി ഇലക്ട്രിക് മീഡിയത്തിലാണെങ്കിൽ ഈ ഒരു കപ്പാസിറ്റർ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റിങ് നമ്മളൊരു ഇലക്ട്രിക് മീഡിയത്തിലാണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ആപ്സിലോൺ 0 എ ബൈ ഡി ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക്. ഇനി എയറാണ് മീഡിയമെങ്കിൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ആപ്സിലോൺ എ ബൈ ഡി, ആപ്സിലോൺ എ ബൈ ഡി. അപ്പോൾ ഇതാണ് നമുക്ക് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററെ കുറിച്ച് പറയാനുള്ളത്. ഇനി കപ്പാസിറ്റേഴ്സിൻ്റെ ഗ്രൂപ്പിംഗ് നടക്കാറുണ്ട്. അപ്പോൾ തന്നെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു W ബൈ Q0. W എന്നാണ് വർക്ക് ഡൺ, Q0 എന്ന് പറയുമ്പോൾ ചാർജ്, വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ചാർജ്. അതിൻ്റെ വേറെ ഇക്വേഷനാണ് 1/4πε0 Q ബൈ R. ഇനി ഒരു ഇലക്ട്രിക് ഡൈപോളിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ P cos θ ബൈ 4πε0 R². ഇവിടെ P എന്ന് പറയുന്ന ഡൈപോൾ മൊമെൻ്റ് ആണ്. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട് Q × 2L. ഇനി നമ്മൾ നേരത്തെ സ്ഫെറിക്കൽ പ്ലേറ്റ് കപ്പാസിറ്ററും പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററും രണ്ട് ടൈപ്പിലുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ഫെറിക്കൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/4πε0 Q ബൈ R. R എന്ന് പറയുന്നത് ഇവിടുത്തെ റേഡിയസ്, Q എന്ന് പറയുന്നത് ചാർജ്. ഇനി പാരലൽ പ്ലേറ്റ് കണ്ടോ, രണ്ട് ചാർജുകളെ ചെറിയൊരു ഡിഫറൻസിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടേക്കൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് Q ബൈ ആപ്സിലോൺ 0 എ. Q എന്ന് പറയുന്ന ചാർജ്, എ എന്ന് പറയുന്നത് അവിടുത്തെ ഏരിയ. കപ്പാസിറ്റേഴ്സിൻ്റെ ഗ്രൂപ്പിംഗ് നടക്കാറുണ്ട്. അപ്പോൾ ഗ്രൂപ്പിംഗ് എന്ന് പറയുമ്പോൾ പല രീതിയിൽ അതിന് ഗ്രൂപ്പായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യാറുണ്ട്. ഒന്നുകിൽ സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്യുക, അതായത് ഇവിടെ ഒന്ന് തൊട്ടടുത്ത് അങ്ങനെ തൊട്ടടുത്തായിട്ട് അറേഞ്ച് ചെയ്യുന്നതാണ് എന്ത്, ഇങ്ങനെ നേരെ അറേഞ്ച് ചെയ്യണതിനെയാണ് നമ്മളെന്ന് പറയുക സീരീസ് ഗ്രൂപ്പിംഗ് എന്ന് പറയുക. ഇനി പാരലൽ ഗ്രൂപ്പിംഗ് എന്ന് പറയുമ്പോൾ ഒന്നിന് പാരലായിട്ട് മറ്റൊന്ന്, അങ്ങനെ നമ്മൾ ഒന്നിലധികം കപ്പാസിറ്റേഴ്സിനെ അറേഞ്ച് ചെയ്യണത്. ഇതിനെയാണ് കപ്പാസിറ്ററിൻ്റെ ഗ്രൂപ്പിംഗ് എന്ന് പറയുക. കപ്പാസിറ്റർ ഗ്രൂപ്പിംഗ് രണ്ട് ടൈപ്പിലാണ് വരുന്നത്. ഒന്ന് എങ്ങനെയാണ്, സീരീസ് ഗ്രൂപ്പിങ്ങും, രണ്ട് എന്ന് പറയുന്നത് പാരലൽ ഗ്രൂപ്പിങ്ങുമാണ്. അപ്പോൾ സീരീസ് ഗ്രൂപ്പിംഗ് വരുമ്പോൾ അവിടെ എന്താ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ചാർജ് സെയിം ആയിരിക്കും. ഓരോ കപ്പാസിറ്ററിലും കിട്ടുന്ന ചാർജ് സെയിം ആയിരിക്കും. പക്ഷേ ഓരോന്നിൻ്റെയും കപ്പാസിറ്റൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അതേപോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസും ഡിഫറെൻ്റ് ആയിരിക്കും. ചാർജ് സെയിം ആണ്, കപ്പാസിറ്റൻസും പൊട്ടൻഷ്യൽ ഡിഫറൻസും സെയിം ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് 1/CS. CS എന്ന് പറയുന്നത് സീരീസ് ഗ്രൂപ്പിംഗ് ആണ് പറയണത്. ഈക്വൽ ടു 1/C1 + 1/C2 + 1/C3. അങ്ങനെ എത്ര കപ്പാസിറ്റർ ഉണ്ടോ അതിങ്ങനെ 1/C1 1/C2 അങ്ങനെ ആഡ് ചെയ്ത് പോകും. ഇനി പാരലൽ ഗ്രൂപ്പിംഗ് എന്ന് പറയുമ്പോൾ സീരീസിൻ്റെ ഓപ്പോസിറ്റാണ്. സീരീസിൽ എന്തായിരുന്നു, ചാർജ് സെയിം ആയിരുന്നല്ലോ. ഓരോന്നിലും ഇങ്ങനെ സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ ചാർജ് സെയിം ആയിരുന്നു. പാരലൽ ഒന്നിൻ്റെ മീതെ ഒന്നാവുമ്പോൾ എന്താണ്, ചാർജ് ഡിഫറെൻ്റ് ആണ്. പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറൻസും കപ്പാസിറ്റൻസും അവിടെ സെയിം ആയിരിക്കും, മറ്റേതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അപ്പം അങ്ങനെ വരുമ്പോൾ CP = C1 + C2 + C3, C1 + C2 + C3. CP എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് പാരലൽ. ഇതാണ് രണ്ട് ടൈപ്പ് ഗ്രൂപ്പിംഗ് വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡൈ ഇലക്ട്രിക്സ് ആണ്. ഡൈ ഇലക്ട്രിക്സ് എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്റർ സബ്സ്റ്റൻസുകളാണ്. അതായത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാത്ത ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസുലേറ്റർ സബ്സ്റ്റൻസുകളായിരിക്കും, അല്ലെങ്കിൽ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളായിരിക്കും. പക്ഷേ അതിന് പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, കണ്ടക്ഷൻ വഴിയല്ലാതെ ഇലക്ട്രിക് എഫക്റ്റിനെ അവർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ഈ കണ്ടക്ഷൻ എന്ന് പറയുന്നത്? കണ്ടക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു മോളിക്യൂളിന് ചാർജ് കിട്ടുന്നു, ആ ചാർജ് തൊട്ടടുത്ത മോളിക്യൂളിന് പാസ് ചെയ്യുന്നു, അത് അതിൻ്റെ തൊട്ടടുത്ത മോളിക്യൂളിന് പാസ് ചെയ്യുന്നു. അങ്ങനെ പോകുന്ന ഇലക്ട്രിക് എഫക്റ്റുകൾ അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യണതിനാണ് നമ്മൾ എന്ത് പറയുക, കണ്ടക്ഷൻ എന്ന് പറയാം. അപ്പോൾ കണ്ടക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാതെ തന്നെ ഇലക്ട്രിക് എഫക്റ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൈ ഇലക്ട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ആക്ച്വലി എന്താണ്, ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ആണ്. അവർ എന്താ പറയുക, നമ്മൾ അവരെ തൊട്ടാലും ഒന്നും ഷോക്ക് അടിക്കുകയൊന്നും ചെയ്യില്ല. പക്ഷെ അവർക്കൊരു കഴിവുണ്ട്, എന്താണ്, കണ്ടക്ഷൻ വഴിയല്ലാതെ ഒരു ഇലക്ട്രിക് എഫക്റ്റിന് അവർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഡൈ ഇലക്ട്രിക് രണ്ട് ടൈപ്പിലാണുള്ളത്, നോൺ പോളാറും പോളാറും. നോൺ പോളാർ എന്ന് പറയുമ്പോൾ
ഇവരുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് കോയിൻസൈഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഡൈപോൾ മൊമെൻറ്റ് 0 ആയിരിക്കും. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് കോയിൻസൈഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഡൈപോൾ മൊമെൻറ്റ് 0 ആയിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ നൈട്രജൻ, ഓക്സിജൻ, ബെൻസീൻ, മീഥെയ്ൻ, കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെയുള്ള മോളിക്യൂൾസിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കോമ്പൗണ്ട്സിലുള്ള മോളിക്യൂൾസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സിമെട്രിക്കലായിട്ട് വരും. അത് ഈ നോൺ പോളാർ ഡൈഇലക്ട്രിക്സ് കൊണ്ടാണ്. ഇനി പോളാർ ഡൈഇലക്ട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നോൺ പോളാറിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അപ്പോൾ ഇവരുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസുകൾ കോയിൻസൈഡ് ചെയ്യല്ല ചെയ്യുന്നത്, അവർ സെപ്പറേറ്റ് ചെയ്യുന്നത്. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? അവർക്കൊരു ഡെഫിനിറ്റ് അല്ലെങ്കിൽ ഫൈനൈറ്റ് എന്നുണ്ടായിരിക്കും, ഒരു ഡൈപോൾ മൊമെൻ്റ് ഉണ്ടായിരിക്കും. ഡൈപോൾ മൊമെൻ്റ് അവർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വാട്ടർ, NH3, അപ്പോൾ HCl അങ്ങനെയുള്ള മോളിക്യൂൾസിൻ്റെ ഷേപ്പ് അസിമെട്രിക്കൽ ആവുന്നത് ഇതുകൊണ്ട്, പോളാർ ഡൈഇലക്ട്രിക്സ് കൊണ്ട്. അപ്പോൾ ഇതാണ് 2 തരത്തിലുള്ള ഡൈഇലക്ട്രിക്സുകൾ. ഡൈഇലക്ട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അവരൊരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ആണ്. അവർ കണ്ടക്ഷൻ വഴിയല്ലാതെ ഒരു ഇലക്ട്രിക് ഫീൽഡിന് അവർക്ക് കണ്ടക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ഇനി ഇവിടെ ഇലക്ട്രിക് മീഡിയം അത് നമ്മൾ എയർ ആയിട്ടാണ് യൂസ് ചെയ്യണത്. എയർ ആണ് അവിടുത്തെ ഇലക്ട്രിക് മീഡിയം ആവുന്നതെങ്കിൽ അവിടുത്തെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ആപ്സിലോൺ A by D. ഇനി എയർ അല്ലാത്ത വേറെ ഏതെങ്കിലും ഡൈഇലക്ട്രിക് മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മൾ ആ കപ്പാസിറ്ററിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അവിടെ വരുന്നത് കപ്പാസിറ്റൻസ് ഈക്വൽ ടു ആപ്സിലോൺ A by D, അതായത് K ആപ്സിലോൺ A by D. K എന്ന് പറയുന്നത് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ്, അത് C/C0. ഇനി ഗ്രൂപ്പിംഗ് ഓഫ് കപ്പാസിറ്റർ 2 ടൈപ്പിലാണ് വരുന്നത്. സീരീസ് ഗ്രൂപ്പിങ്ങും അതേപോലെ പാരലൽ ഗ്രൂപ്പിങ്ങും. സീരീസ് ഗ്രൂപ്പിംഗ് ഉണ്ട്, ഒന്നായിട്ട് അടുത്തടുത്തായിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു ചാർജ് എങ്ങനെയായിരിക്കും? ചാർജ് സെയിം ആണ്, പക്ഷെ പൊട്ടൻഷ്യൽ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ 1/CS സീരീസ് ആണ്, 1/C1 + 1/C2 + 1/C3. ഇനി ഇത് പാരലൽ വരുമ്പോൾ ഒന്നിന് മേലെ ഒന്നായിട്ടാണ് വെച്ചിട്ടുണ്ടാവുക. ഇവിടെ എന്താണ്? ചാർജ് ഡിഫറെൻ്റ് ആണ്, പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറൻസും അതുപോലെ കപ്പാസിറ്റൻസും ഒക്കെ സെയിം ആയിരിക്കും. CP = C1 + C2 + C3. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് മെയിനായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നത് ഇക്വേഷൻസ് വെച്ച് തന്നെയാണ്. അപ്പോൾ ഇക്വേഷൻസ് നല്ലോണം പഠിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ അതല്ലാതെ നമുക്ക് എഴുതാനായിട്ട് ടൈപ്സ് ഓഫ് ഗ്രൂപ്പിംഗ് എങ്ങനെയാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഡൈഇലക്ട്രിക്സ് എന്ന് പറഞ്ഞ് ചോദിക്കാം. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഗ്രൂപ്പിങ്ങിൻ്റെ സീരീസ് ആൻഡ് പാരലൽ ഗ്രൂപ്പിംഗ് അത് നോക്കി വയ്ക്കുക, അതിൻ്റെ ഇക്വേഷൻസ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നോക്കി വയ്ക്കുക. പിന്നെ ഒബ്ജക്റ്റീവ് ടൈപ്സിലുള്ള ചെറിയ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത്രയുള്ള ഈ ചാപ്റ്റർ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, നന്നായിട്ട് പഠിക്കാം.